എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമുക്ക് ഫൈനലി മാർവലിന്റെ ഭാഗത്ത് നിന്ന് ഡെഡ് പൂളിന്റെയും അതുകൂടാതെ തന്നെ വോൾവറിന്റെയും നമുക്കൊരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ബ്രേക്ക് ഡൗണും റിയാക്ഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തത് തന്നെയാണ്. പക്ഷെ എന്നാലും ട്രെയിലർ കണ്ടുകൊണ്ടിരുന്ന ഇടയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു ഡൗട്ട് തന്നെയാണ്. ഇതപ്പോൾ ഏത് വേർഷൻ ഓഫ് ഹ്യൂ ജാക്ക്മാൻ്റെ എക്സ്മാൻ അല്ലെങ്കിൽ ആ ഒരു വൂൾവറിനെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതും അത് തന്നെയാണ്. കാരണം ഏത് ലോഗൻ്റെ വെർഷനെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഏത് യൂണിവേഴ്സിലുള്ള വൂൾവറിനെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഡെഡ് പൂൾ ഏത്, അതായത് എം സി യുയിലേക്ക് വരുമ്പോഴത്തെ ഏത് ലോഗനെയാണ് അവർ ആക്ച്വലി എം സി യുയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അപ്പോൾ നമുക്ക് ഏത് വെർഷൻ ഓഫ് ലോഗനെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നതെന്നുള്ളൊരു കാര്യം നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഡെഡ് പൂൾ ആൻഡ് വൂൾവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമുക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വച്ച് തന്നെ. സോ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡെഡ് പൂളും ടി വിയും കൂടി ചേർന്നിട്ട് ഒരു എന്താ പറയണ്ട ഒരു നെക്സസ് ഇവന്റ് സംഭവിക്കുന്നത് തടുത്തു നിർത്താൻ പോകുന്ന ഡെഡ് പൂളിനെ ആയിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഡെഡ് പൂളിൻ്റെ പ്രൈമറി ഗോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫാമിലിയെ സേവ് ചെയ്യണം അറ്റ് എനി കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വേൾഡിനെ സേവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഡെഡ് പൂൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വൂൾവറിൻ്റെ വേരിയൻസിനെ പുള്ളിക്കാനായിട്ട് ടീം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വെർഷൻസ് ഓഫ് വൂൾവറിനെ നമുക്ക് കാണാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതായത് ഒത്തിരിയധികം വേരിയൻസിനെ നമുക്ക് അവർ ചെറിയ രീതിയിൽ തന്നെ ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മിക്കവാറും നമുക്ക് ഡാനിയൽ റാഡിക്ലിഫ്റ്റിൻ്റെ വരെ വെർഷൻ ഓഫ് വൂൾവറിനെ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഡെഡ് പൂൾ മൾട്ടിപ്പിൾ യൂണിവേഴ്സിൽ പോകുന്നത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയും, ടി വിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് വൂൾവറിനെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഹ്യൂ ജാക്ക്മാൻ പ്ലേ ചെയ്യുന്ന ഈ ഒരു സ്പെസിഫിക് ലോഗൻ ഏതാ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ മാർവൽ ഫാൻഡത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള 3 മേജർ തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് തന്നെ. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ആദ്യമേ ഞാൻ നിങ്ങളോട് ആ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നമ്മൾ ട്രെയിലറിലും കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വൂൾവറിൻ പുള്ളിക്കാരൻ്റെ എൻറ്റയർ വേൾഡിനെ ലെറ്റ് ഡൗൺ ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്തൊരു റീസൺ കൊണ്ടായിരിക്കും വൂൾവറിൻ, അതായത് ഒരു സൂപ്പർ ഹീറോ എങ്ങനെയായിരിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു വേൾഡിനെ ലെറ്റ് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേൾഡിനെ പുള്ളിക്കാരൻ നശിപ്പിക്കുന്നത്. സോ ആ ഒരു കാര്യം തന്നെ നമുക്ക് ഇതിനകത്ത് പല സീക്വൻസിനകത്തും അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലോകൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ മടുത്തിരിക്കുക, ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ഒരു വൂൾവറിനെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനാറിയോയിൽ നമുക്ക് കാണാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെഡ് പൂൾ ഹെൽപ്പ് ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് പോയി ഫക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെതായ പണിയുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ബേസിക്കലി ഒരു റിഡംഷൻ ആർക്കിന് വേണ്ടിയിട്ടുള്ളൊരു വൂൾവറിനെയാണ് സത്യം പറഞ്ഞാൽ അവർ നമ്മളിപ്പോൾ ട്രെയിലറിൽ കാണിച്ചു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു തിയറീസിലേക്ക് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ തിയറിയിലേക്ക് പോകാം. ആദ്യത്തെ തിയറി എന്താണെന്ന് ചോദിച്ചാൽ ഓൾഡ് മാൻ ലോഗന്റെ തിയറി തന്നെയാണ്. കാരണം നമ്മൾ കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയാണ് ഓൾഡ് മാൻ ലോഗന്റെ ആ ഒരു തിയറി കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ അതായത് വൂൾവറിന് തോന്നും എക്സ്മാനെ മൊത്തത്തോടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വില്ലന്മാർ വരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. സോ ആ ഒരു ടൈമിൽ വൂൾവറിൻ തന്നെ വിചാരിക്കും ഓക്കെ ഇനി അതായത് കൊല്ലാതിരുന്നിട്ട് കാര്യമില്ല, എല്ലാത്തിനെയും കൊല്ലാന്ന് വിചാരിച്ചിട്ട് എക്സ്മാൻ അതായത് വൂൾവറിൻ പോയിട്ട് എല്ലാവരെയും കൊല്ലുന്നു, എല്ലാ എനിമീസിനെയും കൊല്ലുന്നു. പക്ഷേ കൊന്നു കഴിഞ്ഞിട്ട് വൂൾവറിൻ നോക്കുമ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്നത് വൂൾവറിൻ ആക്ച്വലി കൊന്നിട്ടുണ്ടായിരുന്നത് എല്ലാം പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിനെ തന്നെയായിരുന്നു, അതായത് എക്സ്മാനെ തന്നെയായിരുന്നു വൂൾവറിൻ കൊന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പുള്ളിക്കാരൻ്റെ ആ ഒരു മൈൻഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന മൊത്തം മിസ്റ്റീരിയോയുടെ ഇല്യൂഷനായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ഇത് ആക്ച്വലി ഓൾഡ് മാൻ ലോഗൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇത് ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെയിലറിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൂൾവറിൻ പോയി ഇരിക്കുന്ന സ്ഥലത്ത് കുറേയധികം ടൂം സ്റ്റോൺ പോലത്തെ കുറേ സാധനങ്ങൾ പുറകിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ മേ ബി ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന എക്സ്മെൻ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിത്തേരിയിലായിരിക്കാം വൂൾവറിൻ പോയിരിക്കണേന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു യൂണിവേഴ്സിലെ സെമിത്തേരി അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സോ ഇതാണ് ആദ്യത്തെ തിയറി. ഇനി രണ്ടാമത്തെ തിയറിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ്മാൻ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്മാൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിലെ ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു തിയറി തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സിനിമയുടെ എൻഡിങ്ങിനകത്ത് ഡാർക്ക് ഫിനിക്സിനെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നത് വൂൾവറിൻ തന്നെയായിരുന്നു. കാരണം വൂൾവറിൻ ടെക്നിക്കലി ഇമ്മോർട്ടൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സോ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വൂൾവറിൻ അന്ന് സത്യം പറഞ്ഞാൽ ഫീനിക്സിനെ തോപ്പിച്ചിട്ടില്ലായിരുന്നു. സോ ഫീനിക്സിനെ അന്ന് വൂൾവറിൻ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, അന്ന് വൂൾവറിൻ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി
നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ഫീനിക്സ് എല്ലാ മ്യൂട്ടൻസിനെയും കൊന്നേനെ. സോ അങ്ങനത്തെ ഒരു വേൾഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ ജീവിക്കുന്ന ഒരു എക്സ്മെൻ ആകാനും അതായത് ഒരു വൂൾവറിനാകാനും സാധ്യതയുണ്ട്. കാരണം ആ ഒരു വെർഷൻ ഓഫ് ലോഗൻ ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന മറ്റ് വേറെ കുറേ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഫീനിക്സിനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ട്രസ് ചിലപ്പോൾ സിനിമയ്ക്കകത്ത് കമിയോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ കുറേ എക്സ്മെൻ്റെ കമിയോസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ചില റൂമേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. സോ ഇനി ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ തിയറി ശരിയാണെങ്കിൽ ഇതാകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്ക്, കാരണം മ്യൂട്ടൻസ് ഇല്ലാത്തൊരു വേൾഡാണ്, ആൻഡ് ആ ഒരു വേൾഡിനകത്തെ ഇപ്പോൾ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഫീനിക്സ് തന്നെയാണ്. സോ ഇതൊരു തിയറി മാത്രമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കമിയോ കിട്ടുമെന്ന് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഇനി മൂന്നാമത്തെ തിയറിയിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ തിയറി സത്യം തന്നെ എത്രത്തോളം സത്യമാവുന്നു, അതായത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം ലോജിക് ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം മൂന്നാമത്തെ തിയറിയിലേക്ക് ആദ്യം തന്നെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റയാൻ റെനോൾഡ്സും ഹ്യൂ ജാക്മാനും നമ്മളെ ഓരോ ഫാൻസിനോട് വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അവർ ലോഗൻ സിനിമയെ ടച്ച് പോലും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് ലോഗൻ സിനിമയുടെ ഒരു സീക്വൽ അല്ല എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ട് ആ ഒരു സിനിമയുടെ പ്രീക്വലായിക്കൂടാ? കാരണം ആ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, വയസ്സായ വേർഷൻ ഓഫ് ലോഗനെയാണ് നമ്മൾ ആ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളത് തന്നെ. ആൻഡ് ലോഗൻ്റെ ആ ഒരു ഹീലിംഗ് ഫാക്ടേഴ്സൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടൻസ് ഒന്നും ഇല്ല ആ ഒരു സിനിമയ്ക്കകത്ത്. മ്യൂട്ടൻസ് എല്ലാവരും മരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് വേൾഡ് ആയിരുന്നു നമ്മൾ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെയൊക്കെ കാരണക്കാരൻ ചാൾസ് എക്സേവിയർ തന്നെയായിരുന്നു. സോ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ആ ഒരു സിനിമയുടെ പ്രീക്വലായിട്ട്, അതായത് ഈ ഒരു സിനിമയുടെ എൻഡിങ്ങിലായിരിക്കും ആ ഒരു ലോഗൻ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി അവർക്ക് അങ്ങനെ ഒരു പ്ലോട്ട് കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു ആഫ്റ്റർ മാത്ത് നമ്മൾ കണ്ടിട്ടില്ല. സോ ബേസിക്കലി നമ്മൾ കാണാൻ പോകുന്നത് ചാൾസ് എക്സേവിയർ എങ്ങനെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള മ്യൂട്ടൻസിനെയൊക്കെ കൊല്ലുന്നത്, അതിനകത്ത് എങ്ങനെയാണ് വൂൾവറിൻ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരുന്നത്. സോ വേണമെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് ആകാം. കാരണം ഈ ഒരു ഇവൻറ്റ്സ് ലീഡ് ചെയ്തിട്ട് നമ്മൾ ലോഗൻ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ലോഗനായിട്ട് മാറാനും സാധ്യത കൂടുതൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ അവരിങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സീക്വൽ അല്ലെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ മേ ബി ആ ഒരു സിനിമയിലേക്കുള്ളൊരു കണക്ഷൻ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ആ ഒരു സിനിമ നമ്മൾ ഇതുവരെ നമ്മൾ ലോഗനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരിക്കലും ലോഗൻ ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ദ വൂൾവറിൻ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് അവർ ജസ്റ്റ് ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ടീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ ആ ഒരു ടൈം ലൈനിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരിക്കലും ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ കണ്ടിട്ടില്ല. ഹ്യൂ ജാക്മാൻ്റെ വൂൾവറിൻ വെർഷൻ പ്ലേ ചെയ്യുന്നതായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അത് ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെയാണ്, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് തന്നെയാണ്. സോ ഒത്തിരിയധികം തിയറീസ് അങ്ങനെ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളും ഇത്രയും തിയറീസുമാണ് എനിക്ക് ഏത് വെർഷൻ ഓഫ് ലോഗനെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ തികച്ചും സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ തിയറീസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ അതോ ഞാൻ പറഞ്ഞ തിയറി ഒരു രീതിയിലും ശരിയല്ല, നിങ്ങളുടെ തിയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം തന്നെ. ആൻഡ് ഇവിടെ നല്ല ചൂട് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ വാച്ച്ഡ്.